പറവൂർ നഗരസഭയുടെ മാലിന്യ നീക്കത്തിനായി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങളുടെ എഞ്ചിനിലേക്ക് കല്ലും മണ്ണും വിട്ടതായി പരാതി ഉയരുന്നു. രണ്ട് വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ ഐഷർ വാഹനം വാങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഏതോ സാമൂഹ്യ വിരുദ്ധർ ഈ വാഹനങ്ങളുടെ എഞ്ചിനകത്തേക്ക് മണ്ണും കല്ലും ഇരുമ്പും വാരിയിട്ട് ഇത് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഈ പറവൂർ നഗരസഭയിൽ മാത്രം എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? മുൻപുണ്ടായ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭരണ നേതൃത്വം കർശനമായ നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ ലക്ഷങ്ങൾ കേടുപാട് വരുത്തിയ ആരായാലും അത് കണ്ടെത്തി അവർക്കെതിരെ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ തുടർന്നും നഗരസഭയ്ക്കകത്ത് ഇതിനപ്പുറത്തുള്ള പല സംഭവവികാസങ്ങളും നടക്കും. 2 വാഹനവും ഒരേ സമയത്തല്ല കണ്ടെത്തിയത്. ആദ്യം ഈ ട്രാക്ടറിലാണ് കംപ്ലൈന്റ് കണ്ടെത്തിയത്. അപ്പോ ഇന്നലെ ഐഷറിന്റെ ഷോറൂമിൽ നിന്ന് ആളുകൾ വന്നപ്പോ അവർ കണ്ടെത്തി ഇതിനകത്ത് കല്ലും മണ്ണും മാറ്റിയിട്ടിരിക്കുന്നത്. അങ്ങനെ 2 വാഹനങ്ങളും 2 ടൈമിലായിട്ടാണ് കണ്ടെത്തിയത്. അടിയന്തരമായി ഇവിടെയൊക്കെ CCTV സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ഫണ്ട് വകയിരുത്തി അതിനുവേണ്ടിയുള്ള ഫണ്ട് കെൽട്രോണിൽ അടയ്ക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും ഈ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വേണ്ടത് ഒരു ഭരണ നേതൃത്വം എന്ന നിലയ്ക്ക് ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം, പ്രവർത്തിക്കാൻ കഴിയണം. ഞാൻ 2 ദിവസം മുൻപ് നടന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു. പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ പോലീസിൽ പരാതി നൽകിയതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിൽ പരാതി നൽകിയാലല്ലേ നമുക്ക് അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? പക്ഷെ എന്തുകൊണ്ടോ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പറവൂർ നഗരസഭയുടെ ഭരണസമിതിയിലെ ചില ആളുകൾക്ക് ഇതെല്ലാം ഒതുക്കി തീർക്കാനാണ് താല്പര്യം. അങ്ങനെ ഒതുക്കി തീർത്ത് തുടർച്ചയായി നഗരസഭ അപകടത്തിലാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.